പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഈ അടുത്ത നാളിൽ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന പേരിൽ ഒരു ദേവാലയത്തിൽ ഒരു കുട്ടിയുടെ നാവിൽ തിരുവോസ്തി മാംസവും രക്തവുമായിട്ട് മാറിയ സംഭവം നമ്മൾ കേൾക്കാനിടയായി. പലരും അതിനെ വിമർശിക്കുന്നുണ്ട്, പലരും അതിനെ അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം മാത്രം അതിനെ വിലയിരുത്തുക. കുറച്ച് ഭാഗം മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ അതിനെ വിമർശിക്കാനോ എതിർക്കുവാനോ അല്ലെങ്കിൽ അനുകൂലിക്കുവാനോ പോകണ്ട. ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ നാവിലെ മാംസകഷ്ണവും രക്തവുമായിട്ട് മാറുമ്പോഴാണോ ദിവ്യകാരുണ്യ അത്ഭുതം? അതാണോ ദിവ്യകാരുണ്യ അത്ഭുതം? സത്യത്തില് അത് ദിവ്യകാരുണ്യ അത്ഭുതം അല്ല. പലപ്പോഴും പറയും ദിവ്യകാരുണ്യ അത്ഭുതമാണ്. ഇതാ അവിടെ ഒരാളുടെ നാവില് ദിവ്യകാരുണ്യ അത്ഭുതം അവിടെ നടന്നു. യഥാർത്ഥത്തിൽ എന്താണ് ദിവ്യകാരുണ്യ അത്ഭുതം? അത് അറിയില്ലാത്തത് കൊണ്ടാണ് പലരും അതിനെ ഒരു അത്ഭുതമായിട്ട് അതിനെ കാണുക. ഒരു അത്ഭുതം നമ്മുടെ സമൂഹത്തിൽ നടക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എന്താണ് അത്ഭുതം? ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവം അത് നടക്കുമ്പോഴാണ് അതിനെ അത്ഭുതം എന്ന് പറയുക. മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് അത്ഭുതമാണ്. ഈശോ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. അങ്ങനെ അത്ഭുതം അവിടുന്ന് പ്രവർത്തിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകി. ഒരു അത്ഭുതമാണ്. ഒരിക്കലും രോഗം മാറുകയില്ല എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയുടെ രോഗം മാറി. അതൊരു അത്ഭുതമാണ്. എന്നാൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ നാവിൽ രക്തവും മാംസകഷ്ണവുമായി മാറുന്നത് അത്ഭുതമല്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. പരിശുദ്ധ കുർബാനയിൽ അത്ഭുതം നടക്കുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചെന്നാൽ എല്ലാ ദിവ്യബലികളിലും, ലോകത്തിൽ എവിടെയെല്ലാം ബലി അർപ്പിക്കപ്പെടുന്നുവോ, ഒരു വൈദികന്റെ കരങ്ങളിലൂടെ തിരുവോസ്തിയായി മാറി അത് പരിശുദ്ധ കുർബാനയായി മാറുന്നുണ്ടോ, അതാണ് യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതം. സിറോ മലബാർ കുർബാനയിലാണെങ്കിൽ വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ്, ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് സ്വർഗത്തിലായിരിക്കുന്ന യേശുവിന്റെ തിരുഹൃദയം ഇതാ ഈ ബലി അർപ്പിക്കപ്പെടുന്ന അൾത്താരയിലേക്ക്, ആ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കടന്നു വന്നുകൊണ്ട് അതിനെ യേശുവിന്റെ തിരുഹൃദയവും തിരുരക്തവുമാക്കി മാറ്റുന്ന വലിയൊരു അത്ഭുതമാണ് പലപ്പോഴും ബലിപീഠത്തിൽ നടക്കുക. കാരണം ഒരിക്കലും ഒരു ഓസ്തി വീഞ്ഞ് അത് ദൈവത്തിന്റെ ശരീരവും രക്തവുമായിട്ട് മാറുക എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ്. എല്ലാ വിശുദ്ധ ബലികളിലും ഈ അത്ഭുതം നടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ നാവിൽ മാത്രം സ്വീകരിക്കുമ്പോൾ, ഈ നാവിൽ മാത്രം കാണുമ്പോൾ അതിനെ അത്ഭുതമായി കണ്ടുകൊണ്ട്? എനിക്ക് അതിശയം തോന്നിയൊരു കാര്യം, ആ പരിശുദ്ധ കുർബാന ആ കുഞ്ഞിന് നൽകിയ ഒരു വൈദികന്, അല്ലെങ്കിൽ ആ കുഞ്ഞിന് പരിശുദ്ധ കുർബാന കൊടുത്ത ഒരു സിസ്റ്റർ, ഇതൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര അസ്വസ്ഥമായി. ആ സിസ്റ്ററൊക്കെ ആണെങ്കിൽ പിന്നീട് കുർബാന പൂർണ്ണമാക്കാൻ അവർക്ക് സാധിച്ചില്ല. അത്രമാത്രം അസ്വസ്ഥതയും ആശ്ചര്യവും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെട്ടു എന്ന് കേൾക്കുവാൻ സാധിച്ചു. നമ്മളൊക്കെ എന്താണ് പിന്നെ ഓരോ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയെ എങ്ങനെയാണ് സമീപിക്കുക? ഒരു സാധാരണ അപ്പക്കഷ്ണവും വീഞ്ഞുമായിട്ടാണോ നമ്മൾ അതിനെ സ്വീകരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഭവമായി മാറുകയില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വ്യക്തി, അദ്ദേഹത്തെ വൈദികൻ എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കില്ല, ഡോക്ടർ എന്ന് അതിന്റെ കൂടെയുള്ള ഡോക്ടർ വൈദികൻ അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ആ കുഞ്ഞിന്റെ നാവില് ഈ മാംസകഷ്ണം അല്ലെങ്കിൽ രക്തമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ മാംസവും രക്തവും ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നുള്ളതാണോ, ഇല്ലെങ്കിൽ അവിടെ കൃത്രിമമായിട്ട് മറ്റേതെങ്കിലും മൃഗത്തിന്റെയോ മറ്റോ കൊണ്ടുവന്ന് വെച്ചതാണോ? ഇതൊക്കെ കൃത്യമായിട്ട് അത് പരിശോധിക്കേണ്ടതുണ്ട്. അതൊന്നും പരിശോധിക്കാതെ ഇതൊരു അത്ഭുതമാണെന്ന് പറയാൻ സാധിക്കില്ല.
അതുപോലെ ഇതൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. ഒരിക്കലും ഈശോയുടെ ശരീരവും രക്തവും അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയം അങ്ങനെ ഒരു വ്യക്തിയുടെ നാവിൽ വരികയില്ല. കാരണം അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് നമ്മൾ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരിക്കലും അതങ്ങനെ ആവുന്നില്ല എന്ന് ഒരു ക്രിസ്ത്യാനി വൈദികൻ, ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി വൈദികൻ ഇതിനെക്കുറിച്ച് വിമർശിച്ചു. ഇനി അഥവാ ആ കുഞ്ഞിന്റെ നാവിൽ അങ്ങനെ മാംസ കഷ്ണം വന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച്, അങ്ങനെ മാംസ കഷ്ണം വന്നാൽ അതൊരു നരഹത്യക്ക് തുല്യമായ കേസെടുക്കണം. അതിന് കൂട്ടുനിന്നിരുന്നവരെ എല്ലാം ശിക്ഷയ്ക്ക് വിധിക്കണം, ഇല്ലെങ്കിൽ അത് സമൂഹത്തിന് മുമ്പിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വൈദികൻ എന്ന് പറയുന്ന ആ വ്യക്തി, ആ മനുഷ്യൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. വളരെ ദയനീയത തോന്നി. നമ്മുടെ ഈ സഭയിൽ തന്നെ സഭയെ നശിപ്പിക്കുന്ന ചില വ്യക്തികളുണ്ട്. അത് വൈദികരാകാം, അൽമേയരാകാം. കാരണം അവസാന കാലഘട്ടത്തിൽ സഭയെ നശിപ്പിക്കുവാൻ സഭയുടെ ഉള്ളിൽ നിന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്, രാജ്യം രാജ്യത്തിനെതിരെ നിലകൊള്ളും. സാത്താന് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ സഭയുടെ ഉള്ളിൽ കടന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രീമേഴ്സൺ ഗ്രൂപ്പ്, അത് വൈദികരുണ്ട്, അൽമായരുണ്ട്, അങ്ങനെയൊക്കെയുള്ള സമൂഹം നമ്മുടെ കത്തോലിക്ക സഭയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വൈദികരാരാണ്, യഥാർത്ഥ അല്ലാത്ത ആരാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും സമൂഹത്തിന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞിരിക്കുന്ന ആ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവർക്ക് മനുഷ്യരോടുള്ള ആ ഒരു മനോഭാവം, അല്ലെ മനുഷ്യരോടുള്ള പെരുമാറ്റം, അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിഞ്ഞുകൊള്ളുക. നല്ല വൃക്ഷമാണെങ്കിൽ നല്ല ഫലമേ അതിൽ നിന്ന് വരികയുള്ളൂ. ചീത്ത വൃക്ഷത്തിൽ നിന്നാണ് ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അതുകൊണ്ട് ചീത്ത ഫലം പുറപ്പെടുന്ന മനുഷ്യന് ദോഷകരമായി സംസാരിക്കുകയും ദൈവത്തിനെതിരായി സംസാരിക്കുകയും കുദാശകളെ വികൃതമായിട്ട് കാണിക്കുകയും അല്ലെങ്കിൽ പരസ്പരം മല്ലടിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അവർ നുഴഞ്ഞു കയറിയ നായ്ക്കളാണ്, അല്ലെങ്കിൽ കുറുക്കന്മാരാണ്. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ വളരെ വേദന തോന്നി. കാരണം ഈ ലോകത്തില്, ഈ ഭൂമിയില് നിരവധി 100-ലധികം ദിവികാരുണ്യ അത്ഭുതങ്ങൾ എന്ന് അറിയപ്പെടുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഓരോ വിശുദ്ധ ബലിയിലും, എല്ലാ ബലികളിലും ഇത് ദിവികാരുണ്യ അത്ഭുതം നടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ നാവില് മാംസവും രക്തവുമായിട്ട് നമ്മൾ കാണുക? അത് അത്ഭുതമല്ല, അതൊരു അടയാളം മാത്രമാണ്. വിശ്വാസമില്ലാത്ത സമൂഹത്തിലേക്ക് കർത്താവ് നൽകുന്ന ഒരടയാളം. ഈശോയുടെ അടുത്ത് ചിലർ വന്ന് പറഞ്ഞു, നീ ദൈവപുത്രനാണെന്ന് ഒരടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരിക, നീ ദൈവപുത്രനാണെങ്കിൽ. അപ്പൊ ഈശോ പറയുന്നുണ്ട്, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. എന്താണ് യോനാ പ്രവാചകന്റെ അടയാളം? ആ പ്രവാചകൻ 3 ദിവസം മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നു. അതിനുശേഷം 3-ാം ദിവസം ആ മത്സ്യം ആ യോനാ പ്രവാചകനെ കരയ്ക്ക് കൊണ്ടേ ഛർദ്ദിച്ചിട്ടു. അപ്പൊ 3 ദിവസം മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു 3 ദിവസം ഭൂമിയുടെ ഉള്ളിൽ, അതായത് മരിച്ച് അടക്കപ്പെടും. ഈ 3 ദിവസത്തിന് ശേഷം യേശു എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ അടയാളമല്ലാതെ ഇതിനേക്കാളും വലിയൊരു അടയാളം നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കുകയില്ല. ആ അടയാളം നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുകയും ചെയ്യും. അതുപോലെ കർത്താവ് നൽകിയ മറ്റൊരു വലിയൊരു അത്ഭുതവും അടയാളവുമാണ് പരിശുദ്ധ കുർബാന. എല്ലാവരും വിശുദ്ധ കുർബാന എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നവരുണ്ട്. വിശുദ്ധവും പരിശുദ്ധവും രണ്ടും രണ്ടാ. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ, വിശുദ്ധം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു വസ്തു അത് ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോഴുള്ള അവസ്ഥയാണ് വിശുദ്ധം. അതായത് അശുദ്ധിയുള്ള അല്ലെങ്കിൽ അശുദ്ധമായ അവസ്ഥയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്, അതാണ് വിശുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ പരിശുദ്ധം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. സ്വർഗത്തിലുള്ളതെല്ലാം പരിശുദ്ധമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ, അമ്മയെ നമ്മൾ പരിശുദ്ധ മറിയമേ എന്ന് വിളിക്കുക. കാരണം പരിശുദ്ധ അമ്മ സ്വർഗത്തിലുള്ളവളായിരുന്നു. ആ സ്വർഗത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം പിശാചിനോട് പറഞ്ഞ, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുക. അപ്പൊ സ്ത്രീ അന്നേ ഉണ്ട്, സ്വർഗത്തിലുള്ളവളാണ് പരിശുദ്ധ മറിയം. അത് ഒരു പരിശുദ്ധ അമ്മ മറിയം ഒരു ശരീരമെടുത്ത്, ഈശോയെ പോലെ ഒരു ശരീരമെടുത്ത് ഭൂമിയിൽ അവതരിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ടാണ് അമ്മയെ നമ്മൾ പരിശുദ്ധ എന്ന് വിശേഷിപ്പിക്കുക. മറ്റു വിശുദ്ധരെയെല്ലാം അൽഫോൺസാമ്മ അല്ലെങ്കിൽ മദർ തെരേസ ഒക്കെ നമ്മൾ വിശുദ്ധ കൂട്ടി വിളിക്കുന്നതിന്റെ കാര്യം ഇതാണ്. അവർ ഈ ഭൂമിയിൽ ജനിച്ചവരാണ്, ജന്മപാപത്തോടു കൂടി, അല്ലെ ഭൂമിയിൽ പാപത്തിന്റെ കണികൾ ഏറ്റ്
വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, അവരെയാണ് വിശുദ്ധരെന്ന് വിളിക്കുക. എന്നാൽ അവരെല്ലാവരും, നമ്മളും വിശുദ്ധിയിൽ ജീവിക്കുന്നവരെല്ലാവരും ക്രിസ്തുവിനെ പോലെ നമ്മളും പരിശുദ്ധനാകും. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ അതാ ഈശോ പറയുക, ഞാൻ പരിശുദ്ധനായി, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം, പരിശുദ്ധരായിരിക്കുവിൻ. അപ്പൊ പരിശുദ്ധിയിലേക്കാണ് നമ്മളെ എല്ലാവരും വിളിച്ചിരിക്കുന്നത്, സ്വർഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വരുന്ന അപ്പമാണ് അത്, വിശുദ്ധ കുർബാനയല്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം വിശുദ്ധ കുർബാനയല്ല, മറിച്ച് അത് പരിശുദ്ധ കുർബാനയാണ്, സ്വർഗത്തിൽ നിന്ന് വരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഈ പരിശുദ്ധ കുർബാന നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, പരിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിലൂടെ, കുർബാന എന്ന് പറയുന്നത് അന്നാ പെസഹ തൊട്ട് അല്ലെങ്കിൽ ലത്തീൻ കുർബാനയിൽ ഇതുപോലെ ആ നടക്കുന്ന ഒരു പ്രോസസ്സിങ്ങിനാണ് കുർബാന എന്ന് പറയുന്നത്. അതിനെ വിശുദ്ധ കുർബാന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അശുദ്ധമായ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ യേശുവിനെ പോലെ, അല്ലെങ്കിൽ യേശുവിന്റെ രക്തം സ്വീകരിച്ച നമ്മളും പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അതിനെ വിശുദ്ധ കുർബാന എന്ന് വിളിക്കാം. കാരണം അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ് വിശുദ്ധ കുർബാന. അപ്പൊ അതിനെ നമുക്ക് വിശുദ്ധ കുർബാന എന്ന് വിളിക്കാം. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെ നമുക്ക് ഒരിക്കലും വിശുദ്ധ കുർബാന എന്നല്ല, പരിശുദ്ധ കുർബാന എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ നാവില്, ആ കുർബാന സ്വീകരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ നാവില് അത് രക്തമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന് പരിശുദ്ധ കുർബാനയോടുള്ള ആ സ്നേഹവും വിശ്വാസവും ആഴമായ സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദൈവം കാണിച്ചു തരുന്ന ഒരു അടയാളം മാത്രമാണ്. അല്ലാതെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ കുർബാന സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും നാവിലേക്ക് വരുമ്പോൾ അത് ഈശോയുടെ ഹൃദയത്തിന്റെ ഭിത്തിയുടെ ഭാഗം തന്നെ. ഇതിനു മുൻപ് പലരും ഇത് ഡോക്ടർമാര് അതിനകത്ത് പരിശോധിച്ചിട്ടുണ്ട്. സഭയിലും പുറത്തുമുള്ള നിരവധി ഡോക്ടർമാർ അത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 33ഓളം വയസ്സ് വരുന്ന, 30-ൽ അധികം പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ, പീഡകളേറ്റു മരിച്ച ഒരു ചെറുപ്പക്കാരന്റെ ജീവനുള്ള ഹൃദയത്തിന്റെ ഒരു മാംസ ഭിത്തിയാണ് ഈ പരിശുദ്ധ കുർബാന എന്ന് ഡോക്ടർമാർ പലരും അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, ആ ഡോക്ടർ ഒരു അന്ധവിശ്വാസിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. ആ ഡോക്ടർ ഇത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ഈ മാംസകഷ്ണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇപ്പോഴും ജീവനുള്ള ഈ മാംസകഷ്ണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? പീഡകളേറ്റ്, ഒത്തിരി പീഡകൾ സഹിച്ച് മരിച്ച, എന്നാൽ ഈ ഹൃദയം, അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഇങ്ങനെ ഒരു മാംസകഷ്ണം, ഹൃദയഭിത്തി നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ആ കുർബാനയെ കുറിച്ച് പഠിച്ചപ്പോൾ, പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിച്ചപ്പോൾ ആ നിരീശ്വരവാദിയായ ഡോക്ടർ മാനസാന്തരപ്പെട്ട ചരിത്രം, ഒരു ക്രിസ്ത്യാനിയായി മാറിയ ചരിത്രമൊക്കെ നമ്മുടെ കത്തോലിക്ക സഭയിൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പരിശുദ്ധ കുർബാന നാവിൽ വരുമ്പോഴല്ല അത് അത്ഭുതമായിട്ട് മാറുന്നത്, മറിച്ച് അത് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് ഈ ഓസ്തിയും വീഞ്ഞും പരിശുദ്ധ കുർബാനയായി ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭിത്തിയും രക്തവുമായിട്ട് മാറുന്നത്. ഈശോ വന്നതിന്റെ ലക്ഷ്യം നമുക്കറിയാം. ഈശോ എന്തിനാണ് വന്നത്? പലരും പറയും നമ്മളെ സ്നേഹിക്കാനാണ്, മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ്. ഇതിനൊന്നുമല്ല. ഈശോ വന്നതിന്റെ ഒറ്റ ലക്ഷ്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം പ്രകാരം പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പൊ ഈശോ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ജീവൻ ഉണ്ടാവുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 22-ാം തിരുവചനം പറയുന്നു, അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. അപ്പൊ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർ അവർ അമർത്യരായിരിക്കും, അവർക്ക് മരണമില്ലായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ആദത്തെ ഹുവ്വായെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? അവർക്ക് മരണമില്ലാത്ത അവസ്ഥയായിരുന്നു. ഈ മരണമില്ലാത്ത അവസ്ഥയിൽ അവർ പാപം ചെയ്തപ്പോൾ ഈ പാപത്തോടു കൂടി വീണ്ടും അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചാൽ ആ ജീവന്റെ വൃക്ഷത്തിലൂടെ, ആ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, ഈശോയുടെ തിരുഹൃദയത്തിലൂടെ അവർ ആ പാപത്തിൽ തന്നെ ജീവിക്കും. ആ പാപത്തിൽ നിന്ന് അവർക്കൊരു മോചനം ലഭിക്കുകയില്ല. ഒരു പാപിയായ അവസ്ഥയിൽ തന്നെ അമർത്യതയിലായി തീരും അവര്. എന്ന് പറഞ്ഞാൽ അവർ പിശാച്, സാത്താനായി മാറുകയാണ്. അതുകൊണ്ടാണ് യൂദാസ് മനസ്സിൽ തിന്മ വെച്ചുകൊണ്ട് ഒറ്റക്കെടുക്കുവാനുള്ള മനോഭാവത്തോടുകൂടി, അല്ലെ സമ്പത്തിന്റെ ആ മോഹം ഉള്ളിൽ കയറി കർത്താവിന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തുകൊണ്ട് ഈശോയുടെ ആ മേശയിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ തന്റെ ഈശോയുടെ ഹൃദയ
അപ്പം ഭക്ഷിച്ചപ്പോൾ പിശാച് ആ യൂദാസിന്റെ ഉള്ളിൽ പ്രവേശിച്ചെന്നാ പറയാ. യൂദാസിന്റെ ഉള്ളിലുണ്ടായിരുന്ന പിശാച് കൂടുതൽ ശക്തി പ്രാപിച്ചു. അവൻ യൂദാസിനെ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു, അവനെ കൊന്നു കളഞ്ഞു. കള്ളൻ അവന്റെ ഉള്ളിൽ ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് ജീവന്റെ വൃക്ഷം എന്ന് പറയുമ്പോൾ ഈശോയുടെ തിരുഹൃദയം, പലപ്പോഴും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ പലരും ഈശോ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ കുർബാന ഈശോ അല്ല, ഈശോയുടെ ഹൃദയ ഭിത്തിയാണ്. ആ ഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹൃദയം ജീവന്റെ തുടിപ്പുള്ളതാ, ജീവൻ കൊടുക്കുന്നതാ തിരുഹൃദയം. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഏതവസ്ഥയാണോ, എൻ്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് ജീവൻ വെക്കും. അതായത് പവർ നൽകുന്ന ഒരു വലിയൊരു കുദാശയാണ് പരിശുദ്ധ കുർബാന. എൻ്റെ ഉള്ളിലുള്ള അവസ്ഥയെ കൂടുതൽ ജീവൻ വെപ്പിക്കുവാനും, ഞാൻ നിത്യജീവനിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും ദൈവത്തിന്റെ സ്നേഹം നുകർന്നുകൊണ്ടും മുൻപോട്ട് പോകുമ്പോൾ അതിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ, കൂടുതൽ ജീവനുള്ളതാക്കി തീർക്കുന്നതാണ് ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിന്റെ ഒരു ഭാഗം ഞാൻ ഭക്ഷിക്കുമ്പോൾ കൂടുതൽ എനിക്ക് ജീവൻ ഉണ്ടാകും. ഇപ്പം ഞാൻ പാപത്തിലാണെങ്കിലോ ആ പാപത്തിൽ ഞാൻ തീർച്ചയായിട്ടും പാപത്തിൽ കൂടുതൽ ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. പാപത്തിൽ ഞാൻ മരിച്ച് ഞാൻ പിശാചിന്റെ അടിമയായി തീരും പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് യൂദാസ് പോയി തൂങ്ങിച്ചത്, അവൻ പിശാചിന്റെ അടിമയായി തീർന്നു. ഈശോ തന്നെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന, തന്റെ ഹൃദയത്തെ കുറിച്ച് പറയുന്നത്, തന്റെ ജീവൻ നൽകുന്ന ആ മാംസ കഷ്ണത്തെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 50-ാമത്തെ തിരുവചനം. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവന് ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക, അയോഗ്യതയോടുകൂടിയാണ് ഈ അപ്പം ഭക്ഷിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അവൻ പിശാചായിട്ട് മാറി അവൻ നരകത്തിന് അർഹനായി തീരും. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലൊക്കെ പറയുന്നുണ്ട്, കുർബാനയെ നമ്മൾ ചെല്ലുന്നുണ്ട്, ഞങ്ങൾ സ്വീകരിച്ച ഈ ശരീരവും രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ എന്ന് വൈദികനിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. 51-ാമത്തെ തിരുവചന പ്രകാരം പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ, ഈശോ പറയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുക, എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരെല്ലാവരും, അതാ ഇവിടെ പറയുക, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പൊ ഈശോയുടെ ശരീരം, ഈശോയെ അല്ല നൽകുന്നത്. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈശോയെ അല്ല നൽകുന്നത്, ഈശോയുടെ ശരീരമാണ് നമുക്ക് മുറിച്ചു തരുന്നത്. ഓരോ ദിവ്യബലിയിലും ഓരോ വിശുദ്ധ കുർബാനയിലും സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി തൻ്റെ ശരീരം മുറിച്ചു തരും. ചുമ്മാ കൈയുടെയോ കാലിൻ്റെയോ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തിന്റെ അല്ല, തൻ്റെ ഹൃദയത്തിന്റെ ഭാഗം, ആ ഹൃദയം മുറിച്ച് നമുക്ക് ഓരോ ബലി അർപ്പിക്കുമ്പോഴും വൈദികൻ പറയുകയാണ്, ഇതാ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ തിരുഹൃദയത്തിന്റെ ഭാഗം മുറിച്ച് ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും മാറുക. അതുകൊണ്ടാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. അവരോട് കൂടെ നടന്നു പോയപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഈശോയെ. പിന്നെ എപ്പോഴാണ് മനസ്സിലായത്? താൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകി, അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ ഭക്ഷിച്ചതോടുകൂടി അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കണ്ണു തുറക്കുകയും ഈശോ അപ്രത്യക്ഷമാവുകയും ചെയ്തു. എങ്ങോട്ട് പോയി ഈശോ? ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഈശോ മാറുകയായി. ഇതാണ് വലിയൊരു അത്ഭുതം. ഈ വെറും അപ്പം ദിവ്യകാരുണ്യമായി മാറുന്നതാണ് വലിയ അത്ഭുതം. ഈ ഭൂമിയിൽ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അത്ഭുതമാണ് ഒരു അപ്പക്കഷ്ണം യേശുവിന്റെ തിരുഹൃദയമായിട്ട് മാറുന്നത്. അതിൽ വലിയ അത്ഭുതമൊന്നും ഈശോ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടില്ല. ഏറ്റവും വലിയ അത്ഭുതം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അപ്പം ഭക്ഷിക്കുന്നില്ലെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അപ്പം ഭക്ഷിക്കുന്നില്ലെങ്കിൽ, ഈശോ നമുക്ക് വേണ്ടി തരുന്ന ഈ പരിശുദ്ധ കുർബാന, തന്റെ ഹൃദയം നമുക്ക് വേണ്ടി മുറിച്ചു തരുമ്പോൾ അത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ, യോഗ്യതയോടുകൂടി ഭക്ഷിക്കുന്നില്ലെങ്കിൽ, അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ അവൻ നരകത്തിന് അർഹനാകും. യോഗ്യതയോടുകൂടി ഭക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ ഒരിക്കലും ജീവൻ ഉണ്ടാവുകയില്ല, അവന് നിത്യജീവൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത അനേകം വ്യക്തികൾ ഈ ഭൂമിയിലില്ലേ? അവരേക്ക് പരിശുദ്ധ കുർബാന കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സുവിശേഷം നിങ്ങൾ അറിയിക്കണം. ഏത് സുവിശേഷമാ? ഈ സുവിശേഷം നിങ്ങൾ അറിയിക്കണം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് മാർപ്പാപ്പയായ പത്രോസിന്റെ പാറയാവുന്ന പത്രോസിനോട് ചേർന്നുകൊണ്ട് സഭയിലെ ക്രമത്തിലൂടെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് ഇതാ ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമുക്ക് വേണ്ടി തുറന്നു തന്ന കരുണയുടെ വാതിലിലൂടെ കുമ്പസാരം കുർബാനയിലൂടെ നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കണം. ഈ ശരീരം ഭക്ഷിക്കാത്തവരാരും രക്ഷപ്പെടുകയില്ല, അവർ നശിച്ചു പോവുക തന്നെ ചെയ്യും. അവർക്കുള്ളതാണ് നരകം എന്ന് പറയുന്നത്. അത് വചനമാണ് നമ്മളെ പഠിപ്പിക്കുക, അത് ഞാൻ പറയുന്നതല്ല. അതാണ് ഈശോ ഇവിടെ പറയുക, ഈ ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ, ഇതിൽ നിന്ന് ഭക്ഷിച്ചാൽ കൂടിയല്ല, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പൊ ഈ ശരീരം ഭക്ഷിക്കുന്ന ഒരിക്കലും മരിക്കുകയില്ലെന്ന്, അവന് നിത്യജീവൻ ഉണ്ടാവുമെന്ന് കർത്താവ് പറഞ്ഞു വെക്കുക. അതുകൊണ്ട് വീണ്ടും പറയുന്നു 53-ാമത്തെ തിരുവചനം, യോഹന്നാൻ 6:53. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഏതാണ് ഈ അവസാന ദിവസം? ആ വചനം ഒന്നും കൂടെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ആരെല്ലാം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാലും ഈ രക്തം കുടിച്ചാലും ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്നുകൊണ്ട് ദിവ്യബലിയോട് ചേർന്നുകൊണ്ട് അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നാൽ അവർക്ക് നിത്യജീവനുണ്ട്. യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഏതായി അവസാന ദിവസം? ആ മനുഷ്യന്റെ ഈ ഭൂമിയിൽ ആ മനുഷ്യന് അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ അവസാന ദിവസം ആ മരണത്തോടുകൂടി. അതുകൊണ്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുക തനത് വിധിയും അന്ത്യവിധിയും. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ അവന്റെ വിധി കർത്താവ് നിശ്ചയിച്ചിരിക്കും. ഈശോ അവന്റെ വിധി അപ്പോൾ തന്നെ നിശ്ചയിച്ചിരിക്കും. അവൻ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്നുള്ളത് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം തന്നെ തീരുമാനിച്ചിരിക്കും. മരിച്ചതിന് ശേഷം പിന്നെ അവന് അനുതപിക്കുവാനോ അവന്റെ പാപങ്ങൾ മോചിക്കുവാനോ അവന് സാധിക്കുകയില്ല. മരിച്ചതിന് ശേഷം അവന് ഒരിക്കലും മറ്റൊരു വിധിയിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. മരണത്തോടുകൂടി അവന്റെ വിധി എഴുതപ്പെട്ടിരിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്തിനു വേണ്ടിയിട്ടാണ്? സഭയുടെ മതബോധന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച്, ദൈവകൽപ്പന അനുസരിച്ച്, ഈ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചവർക്ക് വേണ്ടി മാത്രമാണ് ശുദ്ധീകരണ സ്ഥലം. അതായത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ പോയ തെറ്റുകൾ, അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത ചില തെറ്റുകൾ, നമുക്ക് അബദ്ധത്തിൽ വന്ന ചില തെറ്റുകൾ, കുമ്പസാരത്തിൽ ഏറ്റു പറയാൻ മറന്നുപോയ തെറ്റുകൾ, മറച്ചു വെച്ച തെറ്റുകളല്ല, മറന്നുപോയ തെറ്റുകൾ. എന്നാൽ ഞാൻ യേശുവുമായിട്ട് ഐക്യപ്പെടുകയും ചെയ്തു. ഞാൻ പരിശുദ്ധ കുർബാനയിൽ ആഴമായിട്ട് യേശുവിന്റെ ശരീരം യോഗ്യതയോടുകൂടി ഭക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്ന പാപങ്ങൾ ക്ഷമിക്കുവാനാണ് ശുദ്ധീകരണ സ്ഥലം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അശുദ്ധിയുടെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ പരിശുദ്ധരായിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ പരിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും കണികകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനാണ് ശുദ്ധീകരണ സ്ഥലം. അല്ലാതെ ഇവിടെ പാപത്തിൽ ജീവിച്ചുകൊണ്ട്, തോന്നിവാസം ജീവിച്ചുകൊണ്ട്, സഭയില്ല, കുർബാനയില്ല, കുമ്പസാരമില്ല, എന്ത് തോന്നിവാസം ചെയ്യാം, ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിലും ചെന്നാൽ രക്ഷപ്പെടാവല്ലോ എന്ന് കരുതി ജീവിക്കുന്നവർക്കല്ല ശുദ്ധീകരണ സ്ഥലം. വിശുദ്ധരായി ജീവിക്കുന്നവർക്കാണ് ശുദ്ധീകരണ സ്ഥലം. ഞാൻ അതിനെക്കുറിച്ച് ഒരു ടോക്ക് ചെയ്തിട്ടുണ്ട്. വിശുദ്ധരായിട്ട് ജീവിക്കുന്നവർക്കാണ് ശുദ്ധീകരണ സ്ഥലം. അത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെടുത്ത് വായിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് വീണ്ടും പറയാണ് 54-ാമത്തെ തിരുവചനം, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. യഥാർത്ഥ ഭക്ഷണം. നമ്മൾ ഈ ലോകത്തിൽ പല ഭക്ഷണങ്ങളും പല പാനീയങ്ങളും കുടിച്ചാൽ ഇതിനൊന്നും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കില്ല. ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളൊന്നും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കില്ല. ഈ ലോകത്തിലുള്ള നമ്മൾ ഏതെല്ലാം പെരുന്നാൾ കഴിക്കാൻ പോയാലും, ചെണ്ട കൊട്ടിയാലും, മല കയറാൻ പോയാലും, എന്തെല്ലാം ഭക്ത പ്രകടനങ്ങൾ കാണിച്ചാലും ഇവയ്ക്കൊന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനുള്ള യാതൊരു കഴിവുമില്ല. മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനും നിത്യജീവൻ നൽകുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് പരിശുദ്ധ കുർബാന. ഈശോ നമുക്ക് വേണ്ടി തുറന്നു തന്ന കരുണയുടെ വാതിൽ, കുമ്പസാരവും കുർബാനയും. ഈ പരിശുദ്ധ കുർബാനയെ നമ്മൾ എങ്ങനെ സമീപിക്കണം? ഈ പരിശുദ്ധ കുർബാനയെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു ദേവാലയത്തിൽ ബലി അർപ്പിക്കുവാൻ വേണ്ടി പോകാനിടയായി.
ആ ബലിയിൽ സംബന്ധിച്ചപ്പോൾ വളരെ വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. വിശുദ്ധ കുർബാന അൾത്താരയിൽ നടക്കുന്നു. ദേവാലയത്തിൽ ഞാൻ കുറച്ച് പുറകിലായിരുന്നു, കാരണം ബെഞ്ചിൽ എനിക്ക് കുറച്ച് അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് ഞാൻ ബെഞ്ചിലിരിക്കുക. ഇപ്പോൾ മുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ണു തുറക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചില ചേട്ടന്മാര് കൊച്ചുങ്ങളെ നോക്കി പള്ളിയുടെ നടുക്കൂടെ പരിശുദ്ധ കുർബാന സക്രാരിയിൽ ഇരിക്കുമ്പോൾ അതിന് മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ പോലും വെറുതെ ഒരു ചന്തയിൽ കൂടി കടന്നു പോകുന്ന മനോഭാവത്തോടു കൂടി അവിടെ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും അറിയാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു. അതിൽ മറ്റൊരു ചേട്ടനാണെങ്കിൽ തൻ്റെ വസ്ത്രങ്ങൾ, പാൻ്റൊക്കെ ആണെങ്കിൽ ഇട്ടിരിക്കുന്നത് അത് എന്തിനാ ഇട്ടിരിക്കണം എന്നറിയില്ല, അതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ആയിട്ട്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളുടെ പ്രശസ്തമായ ഒരു ദേവാലയമാണ്. പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയും. ആ പ്രശസ്തമായ ദേവാലയത്തിൽ വളരെയധികം വിശ്വാസികൾ വന്നുകൂടുന്ന ആ ദേവാലയത്തിൽ വളരെ മ്ലേച്ഛകരമായ വസ്ത്രധാരണത്തിലൂടെ പുരുഷന്മാരും സ്ത്രീകളും ആ ദേവാലയത്തിൽ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി, അതായത് തലയിൽ ഒരു ശിരോവസ്ത്രം, വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ നീ പ്രാർത്ഥിക്കുമ്പോൾ, സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ ശിരോവസ്ത്രം ധരിക്കട്ടെ. ശിരോവസ്ത്രം ധരിക്കാൻ നിനക്ക് മടിയാണെങ്കിൽ നിന്റെ മുടി മുറിച്ച് കളയട്ടെ. കാരണം മുടി മുറിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. മുടി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു ആവരണമാണ്, സൗന്ദര്യത്തിന്റെ ഒരു ആവരണമാണ്. ഒരു സ്ത്രീകളും തന്റെ മുടി ക്ഷൗരം ചെയ്യുവാൻ അല്ല വടിച്ചു കളയാൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അത്രമാത്രം വില കൊടുക്കുന്ന ഒന്നാണ് സ്ത്രീകള് മുടി എന്ന് പറയുന്നത്. ഈശോ പറയുകയാണ് വചനത്തിലൂടെ, പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതാ നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ, സ്ത്രീകളോടാ പറയുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശിരസിൽ ശിരോവസ്ത്രം ഇടാൻ നിനക്ക് മടിയാണെങ്കിൽ നീ തല അങ്ങോട്ട് ക്ഷൗരം ചെയ്യുക, അത് വടിച്ചു കളയുക, മുടി വടിച്ചു കളയുക. അത് നിനക്ക് നാണക്കേടല്ലേ? അങ്ങനെയെങ്കിൽ നീ നിന്റെ തലയിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നീ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ വരാന്. നോക്കുക, ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെയല്ല, പ്രാർത്ഥനയെക്കാൾ എത്രമാത്രം വിലപ്പെട്ടതാണ് ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്ന നിമിഷം. അതായത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധിയുള്ള ആ പരിശുദ്ധ കുർബാന ബലിപീഠത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ നാവിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ പോകുമ്പോൾ എത്ര ലാഘവത്തോടു കൂടി പോകുന്ന ആൾക്കാരുണ്ട്. കയ്യിലൊക്കെ മേടിച്ച് അച്ഛന്മാർ കൊണ്ട് തരുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി കൈ മേടിച്ച് നടന്നു പോകുന്ന വഴിക്ക് വായിലിട്ട് ചവച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ പരിശുദ്ധ കുർബാന നിങ്ങൾ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ പരിശുദ്ധ കുർബാനയ്ക്ക് ഈ ലോകത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ബഹുമാനവും സ്വർഗത്തിന് കൊടുക്കേണ്ട ആ ബഹുമാനം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ആ പരിശുദ്ധ കുർബാന നിങ്ങൾക്ക് ശിക്ഷാവിധിക്ക് തന്നെ കാരണമാകുന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. വളരെ വേദന തോന്നിയ അവസരം പല പള്ളികളിലും എനിക്കറിയാം. ചില പള്ളികളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദേവാലയത്തിൽ കയറുമ്പോൾ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചിരിക്കണം. ശിരോവസ്ത്രം ധരിക്കാതെ ദേവാലയത്തിൽ പ്രവേശിക്കരുത്. ഇവിടെ ഞങ്ങളുടെ അടുത്ത് തൊടുപുഴ ഡിവൈൻ മേഴ്സി പരിശുദ്ധ അമ്മയുടെ അത്ഭുതം നടന്ന, അമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ ദേവാലയത്തിന് പുറത്ത് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ശിരോവസ്ത്രം ധരിച്ചു വേണം. കാരണം ആ സ്ഥലത്തിന്റെ പവിത്രത, ആ പരിശുദ്ധി നിലനിർത്തണമെന്ന് ആ ദേവാലയത്തിന്റെ അധികാരികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പല ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ വലിയ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ അത്രമാത്രം വലിയ ദേവാലയമാണ്, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എഴുതിയിട്ടില്ല. ചെരുപ്പ് പുറത്തിടുക, ഫോൺ പള്ളിയിൽ ഉപയോഗിക്കാതിരിക്കുക, ഈ രണ്ട് കാര്യമല്ലാതെ ഒന്നുമില്ല. അത് ചെരുപ്പിട്ടുകൊണ്ട് കയറുന്നവരുമുണ്ട്. അത് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? അത് ഓരോ ബലിയർപ്പണത്തിന് മുമ്പായിട്ടും അത് പറഞ്ഞു തിരുത്തി നിങ്ങൾ ഇന്നപോലെ ചെയ്യണം. അത് വിശ്വാസികളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ആരുടെ കടമയാണ്? എങ്ങനെ ചൂണ്ടിക്കാണിക്കും? ചൂണ്ടിക്കാണിച്ചെന്നാൽ നാളെ കിട്ടേണ്ട പിരിവ് അവരിൽ നിന്ന് കിട്ടാണ്ട് പോയാലോ? കാരണം ഇങ്ങനെ തെറ്റുകൾ ഉണ്ടാക്കുന്നത് കൂടുതലും പണത്തിന്റെ അഹങ്കാരം കൊണ്ട്, ആർഭാടത്തിന്റെ അഹങ്കാരം കൊണ്ട്, വളരെ തുച്ഛമായ വസ്ത്രം ധരിച്ച് മ്ലേച്ഛമായ രീതിയിൽ നടക്കുന്ന വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ മുമ്പോട്ട് നടന്നു പോകുന്നത്. എന്നാൽ അത് തുറന്നു പറയാൻ എത്ര പേർക്ക് സാധിക്കും? ഇതാ നിങ്ങൾ ദേവാലയത്തിൽ ആ ദേവാലയത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പല വിവാഹങ്ങൾക്കും കല്യാണ പരിപാടികൾക്കും പോകുമ്പോൾ കാണുന്ന വളരെ വേദനാജനകമായ ഒരു കാര്യമുണ്ട്. പല വ്യക്തികളും അവിടെ ആ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു ദേവാലയത്തിൽ കണ്ട് ആ ദേവാലയത്തിൽ വന്ന വ്യക്തി നിലത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ പാൻറ് പകുതിയേ ഉള്ളൂ. ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന എല്ലാം പുറത്ത് കാണാം. പിന്നെ അദ്ദേഹത്തിന്റെ മുടി സ്ത്രീകളെ പോലെ മുടി നീട്ടി വളർത്തിക്കൊണ്ട് എന്തോ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിരി വെച്ചിരിക്കുക. പള്ളിക്കകത്ത് പള്ളിയുടെ നടുക്ക് വന്നിരുന്ന് തന്റെ ഭാര്യയുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ഈ റബ്ബർ ബാൻഡ് അദ്ദേഹം തലയിൽ നിന്ന് ഊരി
ഊരിയിട്ട് മുടി പടർത്തി പുറകോട്ടിട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തൂത്ത്, ഈ ചീപ്പ് കൊണ്ട് തൂക്കുന്ന പോലെ തൂത്ത് അത് തല കൂട്ടി കെട്ടി, ഒരു സ്ത്രീകൾ തലമുടി കെട്ടുന്ന പോലെ തന്നെ അത് കൂട്ടി കെട്ടിയിട്ട് ഈ റബ്ബർ ബാൻഡ് കയ്യിലെടുത്ത് അത് ചുറ്റി കെട്ടി 2-3 ചുറ്റി അത് മടക്കി ചുരുട്ടിക്കൂട്ടി കുറച്ച് മുടി താഴേക്കും കുറച്ച് മുടി മുകളിലുമായിട്ട് ചുരുട്ടിക്കൂട്ടി പള്ളിക്കകത്തിരുന്നുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നോക്കുക, എത്രമാത്രം ഹീനമായിട്ടാണ് ഈ ദേവാലയത്തെ ഇവർ സമീപിക്കുക. എത്രമാത്രം മ്ലേച്ഛകരമായിട്ടാണ് പല വ്യക്തികളും ദേവാലയത്തെ, പരിശുദ്ധമായ സ്വർഗത്തിന്റെ പ്രതീകമായ ഈ ദേവാലയത്തെ അല്ലെങ്കിൽ അൾത്താരെ സമീപിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബഹുമാനവും ഇല്ലാതെ പോയി കൈ നീട്ടി അത് മേടിച്ച് ഭക്ഷിച്ചുകൊണ്ട് പോരും. ഞാൻ പറയുവാണെങ്കിൽ ഈ പരിശുദ്ധ കുർബാന കയ്യിൽ കൊടുക്കുന്നത് തന്നെ വലിയ പാപമാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, പൂശപ്പെട്ട കരങ്ങൾ കൊണ്ടേ പരിശുദ്ധ കുർബാനയെ സ്പർശിക്കാവുള്ളൂ എന്ന്. ഞാൻ ഒരിക്കലും ഒരു ദേവാലയത്തിൽ, കുറച്ച് നാൾ മുമ്പ് ഒരു ദേവാലയത്തിൽ ചെന്നു. അപ്പൊ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ഒരു കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ ഇറങ്ങി വന്നു, താഴേക്ക് ഇറങ്ങി വന്ന് വാതിൽക്കലായിട്ട്, സ്ത്രീകളുടെ ഭാഗത്ത് വാതിൽക്കലായിട്ട് നിലത്ത് വന്ന് അവിടെ മുട്ടുകുത്തി, ഒരാരെയൊക്കെ ഇട്ട് മുട്ടുകുത്തി അത് എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി അവിടെ പരിശുദ്ധ കുർബാന വീണ് കിടപ്പുണ്ട്. ആരുടെയോ കയ്യിൽ നിന്ന് ചാടിപ്പോയ പരിശുദ്ധ കുർബാനയാ. പലരും കയ്യിൽ വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കും. എനിക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, നാവിൽ സ്വീകരിക്കുമ്പോൾ ആ നാവിൽ ചിലപ്പോൾ 2 പരിശുദ്ധ കുർബാന അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ ഈ കയ്യിൽ സ്വീകരിച്ച വ്യക്തിക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാൻ സംഭവിച്ചെന്ന് കരുതുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം താഴെയിട്ടതാണ്. എങ്ങനെയാണെങ്കിലും ഒരു പരിശുദ്ധ കുർബാന ഒരു വാതിലിന്റെ ഭാഗത്തായിട്ട്, ആ കുർബാന ആദ്യത്തെ കുർബാന കഴിഞ്ഞ് കരുണക്കൊന്തയും കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്നത് എടുക്കുന്നത്. അത്രയും സമയം അത് അവിടെ നിലത്ത് കിടന്നു. ആരെല്ലാം അതിൽ കയറി ചവിട്ടിയിട്ടുണ്ടായിരിക്കും, ആരെല്ലാം ഈ പരിശുദ്ധ കുർബാന ചവിട്ടി അരച്ച് കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഈ കരങ്ങളിൽ മേടിച്ച വ്യക്തിക്ക് യാതൊരു ശ്രദ്ധയുമില്ലാതെ എതെടുത്ത് നാവിലോട്ട് വെച്ചപ്പോൾ കയ്യിലിരുന്ന മറ്റൊരു പരിശുദ്ധ കുർബാന ചാടിപ്പോയി കാണും. അത് ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ആ വ്യക്തി മനഃപൂർവ്വമല്ലായിരിക്കും. എങ്കിലും ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? ഇതിനെല്ലാം ഉത്തരവാദി പരിശുദ്ധ കുർബാന നിലത്തിട്ട് ചവിട്ടാനുള്ള അവസരം കൊടുക്കുന്നത് ആരാണ്? അത് നാവിൽ കൊടുക്കുവാൻ വൈദികർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഇടവകയിൽ എനിക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പരിശുദ്ധ കുർബാന തിരുരക്തത്തിൽ മുക്കി കരങ്ങളിൽ കൊടുക്കുന്ന ഒരു വൈദികൻ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് നാവിൽ കുർബാന വേണം. അച്ഛൻ പറഞ്ഞു, തരില്ല, വേണമെങ്കിൽ കയ്യിൽ മേടിച്ചാൽ മതി, ഇത് വേണമെങ്കിൽ കയ്യിൽ അങ്ങ് വാങ്ങിച്ചാൽ മതി. ഞാൻ അവിടെ കയ്യിൽ വാങ്ങിക്കുവാൻ, തിരുരക്തത്തോടു കൂടി മുക്കിയ ആ തിരുശരീരം കയ്യിൽ വാങ്ങിക്കുവാൻ എനിക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാതെ മറ്റൊരു ദേവാലയത്തിൽ, ഞങ്ങളുടെ അടുത്തുള്ള മറ്റൊരു ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന നാവിച്ചു. കാരണം പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുവാൻ ഞാൻ തയ്യാറല്ല. ആ പരിശുദ്ധ കുർബാന ഞാൻ എൻ്റെ കരങ്ങളിൽ മേടിക്കുമ്പോൾ എൻ്റെ കരങ്ങളിൽ തിരുരക്തം പറ്റും, ഇല്ലെങ്കിൽ ആ മേടിക്കുമ്പോൾ തിരുരക്തം താഴെ ചാടിപ്പോകും. ആ മുക്കുന്ന തിരുരക്തം ഒരു തുള്ളിയെങ്കിലും താഴെ വീഴും. പല സംഭവങ്ങളും പല വ്യക്തികളും ആ ദേവാലയത്തിൽ കണ്ടിട്ടുണ്ട്. തിരുരക്തം നിലത്ത് തുള്ളിയായിട്ട് വീഴുന്നത്, അതിനെ ചവിട്ടി അരച്ചു പോകുന്ന ആൾക്കാർ. ഇത് ആരാണ് ഇതിന് ഉത്തരവാദി? പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്നതിന്റെ ഉത്തരവാദി ആരാണ്? സമൂഹത്തെ കുറ്റം പറയാൻ പറ്റുമോ? അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ഒരു ദേവാലയത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, ആ ദേവാലയത്തിൽ എങ്ങനെ നിൽക്കണം, ആ ദേവാലയത്തിലെ കാര്യങ്ങൾ എത്ര പരിശുദ്ധിയോടുകൂടി നമ്മൾ അതിനെ സമീപിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? ഈശോ തൻ്റെ ജീവിതത്തിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം പുറത്താക്കി. കാരണം തൻ്റെ ദേവാലയത്തെക്കുറിച്ചുള്ള ആ ഒരു തീക്ഷ്ണത കർത്താവ് അവിടെ കാണിക്കുന്നു. പരിശുദ്ധമായ ആലയത്തിൽ നിങ്ങൾ കച്ചവടം നടത്താനുള്ളതല്ല, അത് പരിശുദ്ധിയിൽ സൂക്ഷിക്കുവാനുള്ളതാണ്. കർത്താവിന് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അവരിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് അവരാണല്ലോ പള്ളിയൊക്കെ പണിതത്, അല്ലെങ്കിൽ അവരാണല്ലോ ഒത്തിരി പിരിവൊക്കെ തന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ വണ്ടി വിളിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അവരോട് എങ്ങനെയാ പറയുന്നത്? അവരേത് കോലം കെട്ടി വന്നാലും പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലും കയ്യിൽ വേണമെന്ന് പറഞ്ഞാൽ, ഇനി പാത്രത്തിൽ വേണമെന്ന് പറഞ്ഞാൽ, അവർക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും കൊടുത്തു വരുന്ന ഒരു അവസ്ഥയായി പോയി ഇന്നത്തെ സമൂഹം. കാരണം അവരിൽ നിന്ന് പണം പറ്റുമ്പോൾ, അവരിൽ നിന്ന് പ്രതിഫലം പറ്റുമ്പോൾ അവർക്ക് വേണ്ടി ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് സഭയിലെ പല വ്യക്തികളും കടന്നു പോയിരിക്കുക. അതുകൊണ്ട് ഓർക്കുക, പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-7 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു. ആരാധനയിലെ അപാകതകൾ, ദൈവാരാധനയിലുള്ള ചില അപാകതകളെ കുറിച്ച് കർത്താവ് അവിടെ കാണിക്കുകയാണ് പ്രവാചകനിലൂടെ. അവിടെ ഇപ്രകാരമാണ് പറയുക:
പുത്രൻ പിതാവിനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നു. ഒരു മകൻ അപ്പനെ ബഹുമാനിക്കുന്നുണ്ട്, ദാസൻ യജമാനെ ബഹുമാനിക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. വീണ്ടും 7-ാം തിരുവചനം പറയുന്നു, മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങൾ അത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി. ഈ തിരുവോസ്തി കൊടുക്കുമ്പോൾ, യേശുവിൻ്റെ ശരീരം കൊടുക്കുമ്പോൾ വെറും നെയ്യപ്പം വിതരണം ചെയ്യുന്ന പോലെ നിങ്ങൾ വിതരണം ചെയ്യുന്നു. അവരുടെ കയ്യിൽ കൊടുത്ത് കുറച്ചു പേര് അത് സ്വീകരിക്കുമ്പോൾ കയ്യിലുള്ള പൊടി ഷർട്ടിൽ തട്ടിക്കളയുന്നു, കുറച്ചു പേര് ബാക്കിയുള്ള പൊടി സാരിയിൽ തൂത്ത് കളയുന്നു. ഈ തിരുവോസ്തി കൊടുക്കുമ്പോൾ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ ശുശ്രൂഷി തിരിയുമായിട്ട് നിൽക്കും, മറു സൈഡില് ഒരു പാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കും. താഴെയുടെ ചോട്ടില് അച്ഛൻ ഈ പരിശുദ്ധ കുർബാന ഈ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ, ഈ പാത്രം ഞാനും കുർബാനയ്ക്ക് സ്വീകരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ആ എടുക്കുന്നതിനോട് ചേർത്ത് പിടിച്ചിട്ട് ആർക്ക് പരിശുദ്ധ കുർബാന കൊടുക്കുന്നോ ആ കൊടുക്കുന്നതിനൊപ്പം ഈ പാത്രം നീക്കി അവരുടെ താഴെയുടെ ചോട്ടിക്കൊണ്ടു നോക്കും. കാരണം അതിൽ നിന്ന് തരി പോലും ചാടിയാൽ അത് നിലത്ത് വീഴരുത്. ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഈ താലം ഞാൻ വൈദികനെ അവസാനം കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പൊടികൾ, ദീപികാരുണ്യത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ പൊടികൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇന്ന് ഈ പൊടികളെല്ലാം ദേവാലയത്തിന്റെ തറകളിൽ വീണുകൊണ്ട് ജനങ്ങൾ അതിൽ കയറി ചവിട്ടി മെതിക്കുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയുടെ ചെറിയ കണികളും ചവിട്ടി മെതിക്കപ്പെടുന്നുണ്ട്. ഇതിന് ഉത്തരവാദി ആരാണ്? ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടവര് അവർക്കായിരിക്കും ഇതിന്റെ വലിയ ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ദൈവം തന്നെ ചോദിക്കുന്നു, എനിക്ക് തരുന്ന ബഹുമാനം എവിടെ? ഇങ്ങനെയാ ചോദിക്കുന്നത്. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു. എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായി ഞാൻ ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ബഹുമാനമെല്ലാം നഷ്ടപ്പെട്ടു. യോഗ്യതയില്ലാതെ ബലി അർപ്പിക്കുകയും യോഗ്യതയില്ലാതെ ബലിയിൽ സംബന്ധിക്കുകയും യോഗ്യതയില്ലാതെ ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, 1 കൊറിന്തോസ് 11-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊറിന്തോസ് 11-ാം അധ്യായം 27 മുതൽ, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ വ്യക്തികൾ ഓരോ ദിവസവും കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്തു കൂട്ടുകയാണ്. തെറ്റ്, കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ കൂടുതൽ പാപം ആ വ്യക്തിയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. വീണ്ടും പറയുകയാണ്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ ശരീരം എങ്ങനെയാണ്? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനത്തോടു കൂടിയാണ് നീ, ആ ശരീരത്തോടു കൂടിയാണ് നീ ദേവാലയത്തിലേക്ക് കയറുക. അല്ലെങ്കിൽ മ്ലേച്ഛമായ രീതിയിൽ, നഗ്നമായ രീതിയിൽ, മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ, കർത്താവ് പോലും ഇറങ്ങി ദേവാലയത്തിൽ നിന്ന് ഓടുന്ന രീതിയിൽ, വളരെ മ്ലേച്ഛകരമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണോ നീ ദേവാലയത്തിലേക്ക് കയറുന്നത്? അതാണ് ഇവിടെ പറയുന്നത്, നിന്റെ ശരീരത്തെ വിവേചിച്ചറിയാതെ, നിന്റെ ശരീരം മലിനമായിക്കൊണ്ടാണോ നീ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ അപ്പത്തെ സ്വീകരിക്കുന്നത്? വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. നോക്കുക, എത്രമാത്രം വലിയ തിന്മയാണ് ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ, എൻ്റെ ദേവാലയത്തിൽ നടന്ന ചില കാര്യങ്ങൾ, ഇതുപോലെ പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്ന വൈദികന്റെ കരങ്ങളിലൂടെ ഇത് തിരുരക്തവും തിരുശരീരവും അവഹേളിക്കപ്പെടുമ്പോൾ, അത് നിലത്ത് തൂളപ്പെട്ട് വീണ് കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പള്ളിയിൽ ഒരിക്കൽ വൈദികൻ ഇങ്ങനെ തിരുവോസ്തി എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ തട്ടി വീഴാൻ തുടങ്ങി. ഈ പാത്രത്തിൽ നിന്ന് ഈ തിരുവോസ്തി മുഴുവൻ നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പെറുക്കിയെടുക്കുന്ന കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കപ്പ്യാരും കൂടെ അത് പെറുക്കി അച്ഛനെ സഹായിക്കുക പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ. ഒരു നെയ്യപ്പം വാരി പാത്രത്തിൽ ഇടുന്ന പോലെ ആ വൈദികന്റെ പണ്ടൊക്കെ ഒരു വൈദികൻ ഒരു തിരുശരീരം നിലത്ത് വീണെന്നാൽ അത് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, അതിന് പ്രത്യേകം പ്രാർത്ഥനകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛൻ
ശരീരം നിലത്ത് നിന്ന് എടുക്കുന്നത് ഞാൻ കണ്ടു. കുറച്ചു നേരം പ്രാർത്ഥിച്ച്, വളരെ ഭക്തിയോടുകൂടി മുട്ട നിന്ന് പ്രാർത്ഥിച്ച് അത് എടുത്തതിന് ശേഷം അവിടെ തൂത്ത്, വളരെ ഭക്തിയോടുകൂടി തൂത്ത് അത് കൃത്യമായിട്ട് അൾത്താരെ കൊണ്ട് വെക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പള്ളിയിൽ നടന്നൊരു സംഭവമാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ പാത്രത്തിൽ എല്ലാം കൂടെ തിരുവോസ്തി എല്ലാം നിലത്തി ചാടിപ്പോയപ്പോൾ അച്ഛൻ പെട്ടെന്ന് പെറുക്കി എടുക്കുക. ആ പെറുക്കി കൂടെ സഹായിക്കാൻ വേണ്ടി കപ്പ്യാരും ഓടി വന്നു. കപ്പ്യാരും കൂടി പെറുക്കി ഇതെല്ലാം അങ്ങോട്ട് പെറുക്കി പാത്രത്തിലിട്ടു, അടച്ച് അച്ഛന് അൾത്താരയിലോട്ട് പോവുക. നോക്കി, എത്രമാത്രം ദയനീയ അവസ്ഥയാണ് പരിശുദ്ധ കുർബാനയോട് ഇവർ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ലോകത്തുണ്ടാകുന്ന ദുരന്തങ്ങളെ കാണിച്ചുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, എവിടെയെല്ലാം കർത്താവിന് വില കൊടുക്കാതിരുന്നോ, ബഹുമാനം കൊടുക്കാതിരുന്നോ, കർത്താവിന് എവിടെയെല്ലാം അവിടുന്ന് കർത്താവിനെ തള്ളിപ്പുറത്താക്കുന്ന അവസ്ഥ, വളരെ മ്ലേച്ഛമായ രീതിയിൽ കർത്താവിൻ്റെ മേശയെ സമീപിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം കർത്താവിൻ്റെ ക്രോധം വന്ന് ചേർന്നിട്ടുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരൻ, നിങ്ങൾ ഓർക്കുക, പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നത് ബഹുമാനത്തോടു കൂടി. എത്രമാത്രം ഈ ഭൂമിയിൽ നൽകാവുന്നത്ര ബഹുമാനം. നിങ്ങളുടെ പണത്തിൻ്റെ ഉങ്ക് കാണിക്കുന്ന സ്ഥലമല്ല ദേവാലയം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആകാര വടിവുകൾ കാണിക്കുന്ന സ്ഥലമല്ല ദേവാലയം. അതിന് വേറെ സ്ഥലം നോക്കണം. ദേവാലയത്തിൽ കയറി മ്ലേച്ഛകരമായ അവസ്ഥകൾ കാണിച്ചുകൊണ്ട് കയറിയാൽ നിങ്ങളുടെ ശാപമാണ് നിങ്ങൾ നേടിയെടുക്കുക എന്ന് ഓർത്തുകൊള്ളുക. അത് പറഞ്ഞ് തിരുത്താത്തവർക്കും അതിൻ്റെ ആ പാപത്തിൻ്റെ പങ്ക് പറ്റാൻ സാധിക്കും. തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. അത് പറഞ്ഞ് തിരുത്തേണ്ടവർ, അത് തിരുത്താൻ കടപ്പെട്ടിരിക്കേണ്ടവർ അത് തിരുത്താതെ വരുമ്പോൾ അവർക്കും ആ ശാപത്തിൻ്റെ പങ്ക് കിട്ടിയിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് തിരുത്തി കൊടുക്കേണ്ടവരും തിരുത്തേണ്ടവരും ചിന്തിക്കുക. പരിശുദ്ധ കുർബാന ഒരു ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന. അതെല്ലാ ബലിപീഠത്തിലും നടക്കുന്നുണ്ട്. ബലി അർപ്പിക്കുന്ന ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുമ്പോൾ ആ ബലി അർപ്പിക്കുന്ന പുരോഹിതന്റെ കരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു അത്ഭുതമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അല്ലാണ്ട് നാവിൽ വരുമ്പോൾ കളറ് മാറുമ്പോഴല്ല അത് അത്ഭുതമാവുന്നത്. ആ അത്ഭുതം കണ്ടുകൊണ്ട് ബോധം കെട്ട് വീഴുന്നവര് അത്രയും നാൾ സ്വീകരിച്ച കുർബാന വെറും അപ്പക്കഷ്ണമായിട്ട് അവർ സ്വീകരിച്ചെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഓർക്കുക, പരിശുദ്ധ കുർബാനയെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി സമീപിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ അത് സാധിക്കുമെന്നതിൽ മുട്ടിൽ നിന്നുകൊണ്ട് നാവിൽ സ്വീകരിക്കുക. കരങ്ങളിൽ സ്വീകരിക്കാനുള്ള യോഗ്യത നമുക്കില്ല. കാരണം കരങ്ങളിൽ സ്വീകരിച്ച പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് കരങ്ങളിൽ സ്വീകരിച്ചാൽ ആ കരങ്ങൾ പിന്നെ കരങ്ങളിൽ ഒരു തരി പൊടിയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെല്ലു പറയും നാവ് കൊണ്ട് അത് ഞാൻ തൂത്തെടുത്തിട്ടാ, പക്ഷെ നാവ് കൊണ്ട് തൂക്കുമ്പോൾ പോലും നമ്മുടെ നാവിൽ പറ്റിയ ആ തിരുശരീരത്തിൻ്റെ കണിക നമ്മുടെ കയ്യിലേക്ക് വീണ്ടും തിരിച്ചു വരികയും അത് ഉടുപ്പയിലും അവിടെ ഇവിടെയൊക്കെ തൂക്കുമ്പോൾ പരിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനം നഷ്ടപ്പെടുക. എന്നാൽ നമ്മൾ നാവില സ്വീകരിക്കുന്നെങ്കിൽ രണ്ട് ഗുണമുണ്ട്. അതുകൊണ്ട് ഒന്ന്, ഒരു തരി പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോവുകയില്ല. രണ്ട്, നാവിൽ തൊടുന്ന പരിശുദ്ധ കുർബാന ഒരിക്കലും സാത്താൻ സേവക്കാർ കൊണ്ടുപോവുകയില്ല. എന്തുകൊണ്ടാണ് സാത്താൻ സേവക്കാർ ഇന്ന് ഇത്രമാത്രം ശക്തി പ്രാപിച്ചിരിക്കുന്നത്? അതിന്റെ കാരണം നമ്മുടെ സഭയിലുള്ളവർ തന്നെയാണ്. ഈ പരിശുദ്ധ കുർബാന കൈ കൊടുക്കും, അവരതുകൊണ്ട് സാത്താൻ സേവക്കാരുടെ അടുത്ത് കൊണ്ടേ കൊടുക്കും, പണം മേടിക്കും, അവിടെ വെച്ച് കർത്താവിനെ അവഹേളിക്കും അവര്. അതുകൊണ്ട് അവര് ഈ പരിശുദ്ധ കുർബാന കൂടുതൽ എടുത്തുകൊണ്ട് പോകും. ഞാൻ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തി നാവിൽ തൊട്ട് കഴിഞ്ഞാൽ കൊണ്ടേ കൊടുത്തു, നാവിൽ തൊട്ടിട്ട് നാവിൽ നിന്ന് എടുത്തുകൊണ്ടേ കൊടുത്തപ്പോൾ അവരത് സ്വീകരിച്ചില്ല. കാരണം ഒരാൾ ഭക്ഷിച്ചതിന്റെ ബാക്കി അവരൊരിക്കലും സ്വീകരിക്കില്ല. പിശാച് പോലും ഒരാൾ ഭക്ഷിച്ചതിന്റെ ബാക്കി സ്വീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കുർബാന നാവിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് സാത്താൻ സേവക്കാർക്ക് അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുവാൻ എൻ്റെ അധികാരികളുടെ രൂപതയിലൊക്കെ ഞാൻ പോയിട്ട് എനിക്കിത് പറയാൻ സാധിച്ചില്ല. പലപ്പോഴും അതൊക്കെ വളരെ നിസ്സാരമായിട്ട് എനിക്ക് ഒത്തിരി വേദനയുണ്ട്. നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളഞ്ഞൊരു സാധാരണക്കാരൻ്റെ വികാരം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞ് യാതൊരു ഉത്തരവും കിട്ടാതെ പോരേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. നോക്കുക, നിങ്ങൾ സ്വീകരിക്കുന്നവർ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബഹുമാനം ദൈവത്തിന് കൊടുക്കുക. ആരെല്ലാം എന്തെങ്കിലും ചെയ്തുകൊള്ളട്ടെ, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്തു ആയിക്കോട്ടെ, നീ ഒരു തീരുമാനമെടുക്കുക. നീ പരിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കും. അത്രമാത്രം വില കൊടുത്തുകൊണ്ട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മുട്ടിന്മേൽ നിന്ന് നാവിൽ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും അത് നാവിൽ സ്വീകരിക്കുക. അതാണ് ഏറ്റവും ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ബഹുമാനത്തിൻ്റെ ഒരു സൂചന അതാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം എപ്പോഴും നമ്മുടെ ഉള്ളിൽ കണ്ടുകൊണ്ട് ആ കുർബാന സ്വീകരിക്കുവാനും നിത്യജീവൻ അവകാശമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടുന്ന കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ